നമസ്കാരം സുഹൃത്തുക്കളെ, 10th പ്രിലിംസ് എക്സാമിന് പോകുമ്പോൾ നോക്കിയിരിക്കേണ്ട ഇന്ത്യയിലെ നിയമനങ്ങളൊന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ് അല്ലേ? ആരാണ്? CP രാധാകൃഷ്ണൻ. എങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് അല്ലേ? സൂര്യകാന്ത് അദ്ദേഹം എത്രാമത്തെ ചീഫ് ജസ്റ്റിസാ? 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണ്? RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. ആരാണ്? സഞ്ജയ് മൽഹോത്ര. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലോകസഭയിലെ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ആരാണ്? ഓം ബിർള. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അല്ലേ? ആരാണ്? രാഹുൽ ഗാന്ധി. എങ്കിൽ നമ്മുടെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാ? രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ്. ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. എങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ആരാണ്? ജ്ഞാനേഷ് കുമാർ. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യയിലെ എല്ലാ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, കമ്മീഷൻസ്, അതുപോലെ തന്നെ ക്യാബിനറ്റ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരൊറ്റ ക്ലാസ് നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണണം. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണെങ്കിൽ ദേശീയ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ദേശീയ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയലാണ്. ആരാണ്? രാജ്കുമാർ ഗോയലാണ്. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാ? മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാ? വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ കിഷോർ റാഹത്കർ ആണ്. ആരാണ്? റാഹത്കർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് 10th പ്രിലിംസിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കേണ്ട 30 ഡേ സ്റ്റാൻസിന്റെ ക്ലാസ്സുകളുണ്ട്. ഷോർട്ട് CA ഉണ്ട്. എല്ലാം പ്രയോജനപ്പെടുത്തിയിട്ട് 10th പ്രിലിംസ് ക്രാക്ക് ചെയ്തിട്ട് 2027 നിങ്ങൾ സർക്കാർ സർവീസിൽ കയറിയിരിക്കണം. ഓക്കെ ആണല്ലോ.